പ്രൈസറോ കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവോധനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ ദൈവജന ഭാഗം വായിക്കുന്ന എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 32, 33, 34 വാക്യങ്ങൾ. ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായത്തിലേക്ക് തെറ്റി, ബലഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടിക തന്നെ എബ്രായ ലേഖനം പറയുന്നു. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അല്ല, വിശ്വാസത്താൽ അല്ലേലിയ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയ അനുഭവത്തെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസം നിലനിർത്തുന്നത്? വിശ്വാസവും മനുഷ്യരുടെ ബന്ധം എന്താണ്? വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസത്താൽ എന്ത് പ്രാപിക്കാൻ പറ്റും? വിശ്വാസത്തിന്റെ പ്രാധാന്യത, വിശ്വാസത്തിന്റെ മഹത്വം, വിശ്വാസത്തിനകത്തെ ശക്തി, ഇവയെല്ലാം വേദപുസ്തകം പറയുന്നുണ്ട്. നിങ്ങളും ആ വിശ്വാസവുമായിട്ട് എന്താണ് ബന്ധം? അല്ലേലിയ. ഒരുപാട് വിശ്വാസ വീരന്മാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നോക്കിയാൽ ഒരു വിശ്വാസ വീരനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ അടിൽ മഞ്ഞും മഴയും പെയ്യയില്ലെന്ന് പറഞ്ഞ് ശക്തനായ പ്രവാചകനാണ് ഏലിയാവ്. അപ്പൊ ഏലിയാവ് നമ്മെപ്പോലെ അരിഷ്ട മനുഷ്യനായിരുന്നാലും അഥവാ സമസ്വഭാവമുള്ളവനായിരുന്നാലും വിശ്വാസത്താലും കരുത്തോടും കൂടി പ്രാർത്ഥിച്ച 3.5 വർഷം മഴ പെയ്തേയില്ല. പിന്നീട് മഴ പെയ്യുന്നതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. മഴ പെയ്തു. യഹോവ തന്നെ ദൈവമെന്ന് അവൻ നിരൂപിച്ചുകൊണ്ട് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി. വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഏലിയാവിന്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞത് ഹല്ലേലൂയ, യാക്കോബിന്റെ ലേഖനം ഹല്ലേലൂയ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കുന്നതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമി ധാന്യം വിളഞ്ഞു. പ്രൈസ്. അപ്പൊ യാക്കോബ് ഇത് വീണ്ടും ഓർപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. പ്രൈസറോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രശസ്തമായ ഒരു ചിന്തയാണ് ഇവിടെ. ഈ പ്രസ്താവനയ്ക്കുള്ള വലിയ ഒരു മറുപടിയാണ് അല്ലേലിയ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അതിശക്തമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതിശക്തമായ ഗാംഭീര്യമുള്ള ഉറപ്പുള്ള അരക്കെട്ട് ഉറപ്പിച്ചെന്ന് പറഞ്ഞ പോലെ വീടുകളിലെ കെട്ടിടങ്ങളുടെ ഫൗണ്ടേഷൻ ഉറപ്പിച്ച് അതിന്റെ പണിതുയർത്തുന്ന പോലെ നമ്മുടെ വിശ്വാസം അടച്ചുറപ്പുള്ളതായിരിക്കണം. വിശ്വാസം ഉറപ്പില്ലെങ്കിൽ നമ്മളെല്ലാം പതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ രാവിലെ ഈ മെസ്സേജിനൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഒരു മെസ്സേജിന്റെ ഒരു കമന്റ് ഇട്ടതാണ്. ഒരു താടി വെച്ച മനുഷ്യൻ പറയുകയാണ്, പെന്തക്കോസ്തുകാരുടെ പാട്ടുകളെല്ലാം നശിപ്പിച്ചു കളയണം, കത്തിച്ചു കളയണം. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അറിയത്തില്ല. ഞാൻ എൻ്റെ താഴെ കമന്റ് ഇട്ടു, ഒരു 10 തലമുറ നോക്കിയാലും താങ്കൾക്ക് അതിന് കഴിയില്ല. താങ്കളെപ്പോലെ അനവധി ആൾ എഴുതിയിട്ടുണ്ട്. അണലിവിഷം നിറഞ്ഞ നാവ് കൊണ്ട് അല്ലരിയ താങ്കൾക്ക് എന്തും വിളിച്ചു പറയാം. അണലിവിഷം നിറഞ്ഞ നാവ് കൊണ്ട് പെന്തക്കോസ്തുകാരെ എങ്ങനെ വേണമെങ്കിലും കളിയാക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലേലൂയ. പക്ഷെ ഒരു കാര്യമല്ല, പെന്തക്കോസ്തുകാർ എഴുതിയിരിക്കുന്ന പാട്ട് എന്ന് പറയുന്ന ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷ ആമേലതിക്കെ പറഞ്ഞ് പാടുന്ന പാട്ടുകൾ അത് പണ്ട് തൊട്ടേ ചെകുത്താന് പേടിയാണ്. അല്ലേലൂയ. ചെകുത്താന് പണ്ടേ പെന്തക്കോസ്തുകാർ എഴുതുന്ന പാട്ടും ആത്മാവിൽ പാടി ആരാധിക്കുന്ന നൃത്തം ചെയ്യുന്ന പാട്ടും ചെകുത്താൻ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇവിടെ തമിഴ്നാട്ടിലൊരു ശക്തനായ പാട്ടുകാരുണ്ട്, ബെർക്ക്മാൻസ്. അല്ലെ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടോ?
അദ്ദേഹം കേരളത്തിലൊക്കെ വന്ന നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം പാട്ട് പാടുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു. അപ്പം പാട്ട് പെന്തക്കോസ്തുകാരുടെ പാട്ട് പാടുമ്പോൾ ആരാ അലറി ഓടുന്നത്? ഭൂതങ്ങൾ, ചെകുത്താൻ, സാത്താൻ. എന്നാൽ ദൈവമക്കൾ എന്ത് ചെയ്യും? പെന്തക്കോസ്തുകാരുടെ പാട്ട് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ആത്മാവ് നിറയപ്പെട്ട് ആനന്ദിച്ച് ആരാധിക്കാൻ തുടങ്ങും, ചെകുത്താൻ ഓടാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്ന അണലി വിഷം നാവിൽ നിറഞ്ഞ അണലികളെ പോലെയുള്ള പലരും രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പകരം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. വിശ്വാസത്താൽ ഞങ്ങൾക്ക് മുമ്പിൽ കടന്നുപോയ വിശുദ്ധന്മാർ രാജ്യങ്ങളെ കീഴടക്കി. ഹല്ലേലൂയ. രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ച്, സിംഹങ്ങളുടെ വായടച്ച്, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായത്തിലേക്ക് ഇതെറ്റി, ബലഹീനത ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന് ഞങ്ങൾ അതിനെ അനുഗമിച്ചു പോരുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഈ ഭയങ്കര കഠിനമായ വിശ്വാസമാണ് ഞങ്ങൾക്ക് ബൈബിളിൽ അപ്പം വിശ്വാസത്താൽ നമുക്ക് എന്തും പ്രാപിക്കാൻ കഴിയും. വിശ്വാസത്താൽ എന്തും പ്രാപിക്കാൻ കഴിയും. ഈ ലോകത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. വിശ്വാസമില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതം എത്ര പരാജയമാണ്. വിശ്വാസത്തിലാണ് നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താൽ വിതര ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, ഇസ്രായേൽ കാനാനിൽ പ്രവേശിച്ച കാലം മുതൽ രാജഭരണം തുടങ്ങുന്നത് വരെയുള്ള ഏകദേശം 300 വർഷത്തെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നാം വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം തൊട്ട് കാണുന്നത്. 6 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്ത വാക്യം മുതൽ ആരുടെ പേര് പറയുന്നില്ല. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി എന്ന് പറയുന്നത് യോശുവയുടെ കാലത്തെ വിജയങ്ങളും ന്യായാധിപന്മാരുടെ കാലത്തെ വിജയങ്ങളും ദാവീദിന്റെ കാലത്തെ വിജയങ്ങളെയും കുറിച്ചിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഫിലിസ്തീർ ഹല്ലേലൂയ ഇസ്രായേലത്തെ തകർക്കുവാൻ വേണ്ടി, ഇസ്രായേലത്തെ ഭൂമുഖത്വം തുടച്ചു മാറ്റാൻ വേണ്ടി അനവധി ഫിലിസ്തീയ സൈന്യങ്ങൾ എഴുന്നേറ്റുവെങ്കിലും ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാർ ഫിലിസ്തീനോട് യുദ്ധം ചെയ്ത് എന്ത് ചെയ്തു? ഹല്ലേലൂയ ഇസ്രായേലത്തെ സംരക്ഷിച്ചു. ഹല്ലേലൂയ. അത്ര ശക്തന്മാരായിരിക്കുന്നവരായിരുന്നു അല്ലെ അന്ന് ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാർ. ഹല്ലേലൂയ. യോശുവയുടെ കാലത്ത് ഹല്ലേലൂയ ഇസ്രായേലത്തിനും അമേലിയ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. 7 ജാതികളുണ്ട്, 7 വലിയ ജാതികളുണ്ട്. ജാതികളെ നീക്കി കളഞ്ഞിട്ട് വേണം ഹല്ലേലൂയ അവിടെ പ്രവേശിപ്പാൻ. അപ്പം മോശയുടെ വർണ്ണശേഷം ഇസ്രായേലത്തെ നടത്തുന്ന നിയോഗം യോശുവയും കൂട്ടരും അല്ലെങ്കിൽ എന്താണ്? യോർദാനെ വിഭാഗിച്ചു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ വെച്ചപ്പോൾ യോർദാൻ 2ആയിട്ട് പിരിഞ്ഞു. വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ യോർദാൻ അവിടെ നിന്ന് അവർ യാത്ര ചെയ്ത് യെരിഹോ മതിലിനെ യെരിഹോ മതിലിനെ തകർക്കുന്നത് കാണാൻ കഴിയും. യോശുവ 6-ാം അധ്യായത്തിൽ യെരിഹോവിന്റെ മതിൽ തകർച്ചയും 3-ാം അധ്യായങ്ങൾ വായിക്കുമ്പോൾ യോർദാനെ പിരിക്കുന്നത് കാണാൻ കഴിയും. അവിടുന്ന് അവർ യാത്ര ചെയ്ത് കനാനിലേക്ക് പ്രവേശിച്ച് 7 ജാതികളെ ഒട്ടുക്കി കളഞ്ഞിട്ടാണ് ശ്രോതാവി എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ പിതാക്കന്മാർ വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചത്. അല്ലേ? അതൊക്കെ വിശ്വാസത്താലായിരുന്നു. അതുകൊണ്ട് ഇന്നീ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, അന്ന് നമ്മുടെ പിതാക്കന്മാർ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിപ്പാൻ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന വിശ്വാസം പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. നമുക്ക് വാഗ്ദത്ത കനാലിൽ സ്വർഗീയ കനാലാണ്. ആ സ്വർഗീയ കനാലിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ വഴിയിൽ തടയുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്, ചില സാത്താന്യ ശക്തികളുണ്ട്. അന്ന് 7 ജാതികൾ ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ അവിടെ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്ന വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൽ ലോകാധിപതി സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയടക്കം ഒരു വലിയ സമൂഹം ഹല്ലേലൂയ ഇന്നും ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റിട്ട്
അവരും മനുഷ്യരും ഈ അന്ധകാരിച്ച മനുഷ്യരുടെ പ്രവർത്തിക്കുക. അത് തീവ്രവാദികളായിട്ടും ഭീകരവാദികളായിട്ടും വർഗീയവാദികളായിട്ടും ഇന്ന് വേണ്ട സകല വിധത്തിലും ദൈവജനത്തെ തകർക്കുവാൻ പിശാച് തന്ത്രങ്ങൾ വരിക. ഇതിന്റെ നടുവിലാണ് ഞങ്ങൾ പറയുന്നത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദാനം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായടച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിരോധമായി നിൽക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ ദൈവം ഭൂമുഖത്തൊന്ന് തുടച്ചു മാറ്റുന്ന നാളുകളായി. പ്രൈസ് ദി ലോർഡ്. കാലമിനി അധികമില്ല. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ ശക്തമായ ഒരു ആത്മീയ ഉണർവിന്റെ കാലഘട്ടം, ഒരു ആത്മീയ ഉണർവിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്ത് നാളിലെ പോലെ ഒരു അഗ്നിയുടെ അല്ലെങ്കിൽ ഒരു അഭിഷേകം ഈ നാളുകളിൽ ജനത്തിന് ദൈവം പകരും. ജനമെല്ലാം ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സകല നാവും യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ അവരെ തകർക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുക. അതുകൊണ്ടൊന്നും ഇത് തകർന്നു പോകുന്നതല്ല. യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട്, യേശുക്രിസ്തുവിന്റെ ജനനം തൊട്ട് യേശുവിനെ തൊട്ട് തകർക്കുവാൻ ശ്രമിച്ചവരൊന്നും ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. അന്ന് കച്ചകെട്ടി ഇറങ്ങിയ രാജ്യങ്ങളെല്ലാം അധംപതിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ മുന്നോട്ട് പോകുന്ന ദൈവസഭയെ, ദൈവമക്കളെ, ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ ശ്രമിക്കുന്ന സകല വ്യക്തികളോടും രാജ്യങ്ങളോടും പറയട്ടെ, നിങ്ങളുടെയൊക്കെ അവസാന നാളുകളെടുത്തു മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാം. അല്ല, നീ അതുപോലെ തന്നെ പോകുവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നിന്റെ പണം കൊണ്ടോ, പ്രതാപം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ സൗകര്യങ്ങൾ കൊണ്ടോ, നിന്റെ പിടിപാടുകൾ കൊണ്ടോ, രാഷ്ട്രബലം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, കരുത്തുകൊണ്ടോ ഒന്നും നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. കള്ളസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഭൂമിയിൽ നീതിപീഠത്തുമ്പിൽ കള്ളസാക്ഷികളെ കൊണ്ടുപോയി കള്ളസാക്ഷ്യം പറയിപ്പിക്കാം പണം കൊടുത്ത്. അല്ലേറിയ അധികാരികളെ നമുക്ക് വശീകരിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിക്കാൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ ന്യായാധിപനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു കള്ളസാക്ഷിയെ നിനക്ക് നിർത്താൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി എന്ന് പറഞ്ഞ പോലെ വിശ്വാസമാണ് ഇവിടെ വളരെ. അപ്പം വിശ്വാസ വീരനെ യാതൊരു ശത്രുവിനും ശക്തിക്കും തടയുവാൻ കഴിയത്തില്ല. വിശ്വാസത്താൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവജനത്തെ തടയുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല. എതിർത്ത് നിൽക്കുവാനും കഴിയില്ല. മല പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാലും, മല പോലെയുള്ള പ്രശ്നങ്ങൾ, വലിയ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ നിനക്ക് മുമ്പിൽ കടന്നു വന്നാലും നിന്നെ തകർക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സക്രിയാവിന്റെ പുസ്തകമൊക്കെ വായിക്കൊണ്ട്, സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമഭൂമിയായി തീരുമെന്ന്. അത് ദൈവജനം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്ന ദൈവജനത്തിനുള്ളിൽ മഹാപർവ്വതം പോലെ പ്രശ്നങ്ങൾ നിന്നാലും അതിനെല്ലാം സമഭൂമിയാക്കി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനും സർവജ്ഞാനിയുമായിരിക്കുന്ന സകലത്തിന്റെ ഉടയനായിരിക്കുന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും, യെരിഹോ മതിലിനെ തകർത്ത് കളഞ്ഞവൻ നിന്റെ സകല തന്ത്രങ്ങളെ തകർത്ത് കളയും. പ്രൈസ്. അപ്പൊ ഞങ്ങള് ഈ ലോകത്തിന്റെ പൈശാചികതയിൽ ഭയപ്പെടുന്നവരല്ല. ഹല്ലേലൂയ. പ്രൈസ്. അപ്പം പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ, ഒരു വിശ്വാസ വീരനെ തകർക്കുവാൻ മല പോലെയുള്ള പർവ്വതം പോലെയുള്ള വിഷയങ്ങൾക്ക് പോലും കഴിയുകയില്ല. അവയെല്ലാം ഒരു ദൈവത്തിന് മുമ്പിൽ സമഭൂമിയായി തീരും. ഹല്ലേലൂയ. വലിയ മന്ത്രവാദികൾക്കോ ആഭിചാരകന്മാർക്കോ സകല ദുർഭൂത മന്ത്രസേവ ചെയ്യുന്നവർക്ക് പോലും ദൈവസഭയെ തകർക്കാൻ കഴിയില്ല. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അടിയുറച്ച് പോരാടുന്ന ഒരു ദൈവദാസന്, ഒരു വിശ്വാസിക്ക്, ഒരു വിശ്വാസ വീരന്, അവന് ഒരു ദുർമന്ത്രവാദിക്കും ഒരു ദുർസേവയുടെ തകർക്കാൻ കഴിയത്തില്ല. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കെതിരെ ദുർമന്ത്രവാദം ദുർസേവ ഒരുക്കി അവരെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള സകല ദുർമന്ത്രവാദികളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അവിടെ കുടുംബം ചിന്ന ഭിന്നമായി മാറും. തലമുറ വിവിധ പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്ത് അരാജകത്വങ്ങളാണ്. അല്ലേ?
വിശ്വാസത്തിന് മുമ്പിൽ മന്ത്രവാദന ശക്തി ഫലിക്കുകയില്ല. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ശക്തികളെക്കാൾ മഹാശക്തിയാണ് വിശ്വാസം. ഏത് വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം ഒരുവനെ രക്ഷയിലേക്ക് നടത്തുന്നതാണ്. ഈ വിശ്വാസമാണ് ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നത്. ഈ വിശ്വാസമാണ് ഞങ്ങളെ ഓരോ ദിവസവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഭരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ദുർമന്ത്രവാദികളോ ദുർസഭകളോ ദുർഭൂതങ്ങളോ ഒന്നുമല്ല. സാത്താന്യ ശക്തികളെല്ലാം ഞങ്ങളെ ഭരിക്കുന്നത്. ഞങ്ങളെ ഭരിക്കുന്ന ഇവിടുത്തെ നിയമം ഇവിടുത്തെ അധികാരികളും ഭരണാധിപന്മാരും ഒന്നും അല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. അവരുണ്ട്, അവർ രാജ്യം ഭരിക്കണം. അതിന്റെ കീഴിൽ ഞങ്ങൾ താഴ്ന്നു കൊടുക്കും, അതിനെ ഞങ്ങൾ അനുസരിക്കും. പക്ഷേ ഞങ്ങളെ ഭരിക്കുന്നത് വിശ്വാസമാണ്. യേശുക്രിസ്തുവിലെ വിശ്വാസമാണ് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ നടത്തുന്നത്. ഹല്ലേലൂയ. എന്നുകൊണ്ട് ഞങ്ങൾ അധികാരവർഗങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ ബഹുമാനിക്കാതിരിക്കത്തില്ല. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് ഞങ്ങളുടെ വില്ലേജിന്റെ അധികാരികളുടെ, വില്ലേജിന്റെ ചെറിയ ജോലിക്കാർ തുടങ്ങി ഇന്ത്യയുടെ പ്രസിഡന്റിനെ വരെ ഞങ്ങൾ വളരെ ആദരവോടുകൂടി ആദരിക്കുകയും ബഹുമാനിക്കുകയും ആമയൊക്കെ ചെയ്യുന്നവരാണ്. പ്രേസരോ ഞങ്ങൾ അവരെയൊന്നും തിരസ്കരിച്ചു. കാരണം വേദപുസ്തകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. 1 തിമോത്തിയോസിന്റെ ലേഖനം ഹല്ലേലൂയ 2-ാമധ്യായം 1 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൽ സകല ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നവരെ എങ്ങനെ? വിശ്വാസത്താൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഈ ക്രൈസ്തവ സമൂഹത്തിന് ഭീഷണി മുഴക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം വല്ല ഞാനിതിവിടെ പറയണോ നിങ്ങൾ ചിന്തിക്കുക. എന്നാലും ഞാൻ കമന്റൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണിയായിട്ട് ടീന ജോസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ എഴുന്നേറ്റത്. അല്ലെങ്കിൽ കാരണം നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും സംസാരിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് BJP ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ഇവിടുത്തെ കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും രാജ്യം ഭരിക്കുക. നമുക്കിഷ്ടമുണ്ടേ അത് കാണണം, ഇഷ്ടമുണ്ടേ കേൾക്കണം. നമുക്കിഷ്ടമില്ലേ നമ്മൾ ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ആർക്കും നേരെ വധഭീഷണി ഉയർത്തരുത്. ആ ഒറ്റ സഹോദര വധഭീഷണി എന്ന് പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ അപമാനമായി പോയി. ഹല്ലേലൂയ. നിങ്ങളതിനെ എങ്ങനെ കാണും? നിങ്ങൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിക്കണം. 1 തിമോത്തിയോസിന്റെ 2-ാമധ്യായം 1 തൊട്ട് 1 വാക്യങ്ങൾ 3 വരെ വാക്യങ്ങൾ വായിച്ചു നോക്ക്. മാത്രമല്ല ഹോശേയുടെ പുസ്തകം 4:6 പരിജ്ഞാനമില്ലായെങ്കിൽ എന്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്. ഈ പരിജ്ഞാനത്തെ കുറിച്ച് വേദപുസ്തകം ഒരുപാട് പറയുന്നുണ്ട്. എല്ലാത്തിനും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും വിശ്വാസത്താലായിരിക്കണം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ച്, സിംഹങ്ങളുടെ വായടച്ച്, തീയുടെ വിലക്കെടുത്തി, വാളിന്റെ വായി തെറ്റി, ബലഹീന ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എന്നൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന കാര്യം. ഓരോ ദൈവഭക്തനും ഓരോ ക്രൈസ്തവ വിശ്വാസി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് നിൽക്കണം. വിശ്വാസം നിന്റെ ഉള്ളിൽ തകർന്നു പോകരുത്. വിശ്വാസം തകർന്ന് തരിപ്പണമായി ഉടഞ്ഞു വീഴുമ്പോഴാണ് നീ നാവ് കൊണ്ട് അസഭ്യമായി വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അടിസ്ഥാനം മറഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് സങ്കീർത്തനം വായിക്കുന്ന വിശ്വാസം എന്ന അടിസ്ഥാനം മറഞ്ഞുപോയാൽ നിന്റെ വാക്കുകൾ ചിതറും, ചിഹ്നഭിന്നമാകും. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ പരിജ്ഞാനത്തോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളും പരിജ്ഞാനത്തോടെ ചെയ്യണം. പരിജ്ഞാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭ്രാന്തന്മാർക്ക് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പരിജ്ഞാനമുള്ള ആരെങ്കിലും ഒരു ഭ്രാന്തനായിട്ട് തോളിൽ വലിയ പാണ്ടക്കെട്ടും കൊണ്ട് നടക്കുമോ? തോളിൽ വലിയ പാണ്ടക്കെട്ടുമായിട്ട് നടക്കുന്ന ഭ്രാന്തന്മാരിലും പരിജ്ഞാനമുള്ള ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഈ ഭ്രാന്തന്മാരാണെന്ന് ഓർത്ത് ചിലപ്പം ഒരു 10-20 ഒക്കെ ചായ കുടിച്ചെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. കൂടെ ഞാൻ ചിലരുടെ പേരൊക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ഭ്രാന്തനടക്കുന്നത് ആൾക്കാർ ഇവനെന്തുകൊണ്ട് അവരോട് സംസാരിക്കും. അവരും നമ്മളെപ്പോഴും മനുഷ്യർ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നത്, ചിലരൊന്നും ഭ്രാന്തന്മാരല്ല കേട്ടോ, അവരുടെ ജീവിത സാഹചര്യം ഇവരെ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പരിജ്ഞാനം അങ്ങനെയുള്ളവർ പോലും പരിജ്ഞാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ കാണുന്നെങ്കിൽ സോട്ടും കൂട്ടും ധരിച്ച് നമ്മൾ തൂവെള്ള ധരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് പറച്ചാന വേഷധാരികളെ നിൽക്കുന്ന എന്റെ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം പരിജ്ഞാനം നിറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിനെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നിന്നെയും നിന്റെ കുടുംബത്തെ രക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കാരാഗ്രഹ പ്രമാണിയോടും പൗലോസ് പറഞ്ഞത്,
കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന അപ്പോസ്തലൻ പറഞ്ഞ 16:31 ഞങ്ങൾക്ക് മിക്കവാറും പറയുന്ന വാക്യങ്ങളാ. ഇതൊക്കെ ഇവിടെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം എന്താണ്? കാര്യാഗ്രഹ പ്രമാണി നല്ലൊരു അധികാരത്തിന് കീഴിൽ ഇരിക്കുന്നവനാ. പുള്ളി ഒരു ജയിലിന്റെ ഉടമയാ. ജയിലിന്റെ എല്ലാ പവറും പുള്ളിക്കാ. ആ കാരാഗ്രഹം മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം, ആ കാരാഗ്രഹ പ്രമാണിയെ. പക്ഷേ പൗലോസിനെ ശിലാസിനെ അവിടെ ഹെലരിയ തടവിലാക്കി അവർ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണ അധികാരത്തിന്റെ ശക്തി എവിടെ നഷ്ടപ്പെട്ടു പോയി. അവർ പാടി സ്തുതിച്ചത് കാരാഗ്രഹത്തിൽ വലിയൊരു ഭൂകമ്പം. അവർ കൈവെള്ള ചങ്കലകൾ അഴിഞ്ഞു വീണു. എല്ലാവരും സ്വതന്ത്രരായി. അവർ ഓടി രക്ഷപ്പെടുമെന്നോർത്ത് കാരാഗ്രഹ തന്നെ വാളൂരി കുത്താനും പൗലോസ് പറഞ്ഞു, നിനക്കൊന്നും സംഭവിക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുവരെ പൗലോസും ശീലാസും ഒക്കെ കാരാഗ്രഹ പ്രമാണി യജമാനനെ എന്ന് വിളിച്ചെങ്കിൽ ഇപ്പൊ കാരാഗ്രഹ പ്രമാണി തടവുകാരനായിരിക്കുന്ന പൗലോസിനേക്ക് യജമാനന്മാരെ ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സംഭവം തിരിഞ്ഞത് കണ്ടോ? അപ്പോഴാണ് പൗലോസ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, സുവിശേഷം നിന്നെ തകർക്കുന്നതല്ല, സുവിശേഷം നിന്നെ നശിപ്പിക്കുന്നതല്ല. സുവിശേഷം ലോകരാജ്യങ്ങളെ നശിപ്പിക്കുന്ന, മതങ്ങളെ നശിപ്പിക്കുന്നതല്ല, മത നേതാക്കന്മാരെ നശിപ്പിക്കുന്നതല്ല. സുവിശേഷം വർഗീയത കൊണ്ടുവരുന്നതല്ല, വർഗീയ കലാപം സൃഷ്ടിക്കുന്നതല്ല. സുവിശേഷം ജനത്തെ രക്ഷിക്കുന്നതാണ്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുക. അപ്പൊ ഇവിടെ മലയെ നീക്കുവാൻ തക്കതായ ഒരു വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ്. അല്ലേലിയ. നമുക്കറിയാം 18ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു മാതാവ് 60 അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അനാഥാലയം പണിവൻ വേണ്ടി, പണിതുയർത്താൻ വേണ്ടി ഒരു സ്ഥലത്തിനായി സർക്കാരിനോട് അപേക്ഷിച്ചു. സർക്കാരിനോട് പറഞ്ഞു, അല്ലേലിയ. എന്നാൽ സർക്കാർ പാറകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു മലയെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി അനാഥാലയം പണിതോളാൻ പറഞ്ഞു. ഈ മാതാവിന്റെ ഒരു വലിയ പാറക്കൂട്ടത്തെ കാണിച്ച് അവിടെ പോയി അനാഥാലയം പണിതു. പക്ഷെ ഈ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഈ മാതാവ് ആ മലകൾ കിട്ടി, പാറക്കൂട്ടങ്ങളാകുന്ന മലകൾ കിട്ടിയപ്പോൾ അതിന്റെ മുമ്പിൽ പതറിപ്പോകാതെ ഈ മാതാവ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലേലിയ. കാരണം കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങി കടലിൽ പോകാൻ എന്ന് പറഞ്ഞ വിശ്വാസം മാതാവിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുമായി എല്ലാ ദിവസവും രാത്രിയിൽ അല്ലേലിയ ആ കല്ല് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മലയെ നീങ്ങി സമുദ്രത്തിൽ വീഴുക എന്ന് അവർ പലതവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, ഈ മാതാവും കുഞ്ഞുങ്ങളും. കാരണം വേദവസ്തുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? ലേലിയ നടന്നത് എന്താണെന്നറിയോ? പ്രതീക്ഷിക്കാത്ത വിധം അല്ലേലിയ ഒരു കോൺട്രാക്ടർ വന്ന് അമ്മേ, ഞങ്ങൾ ഒരു പുതിയ തുറമുഖം കെട്ടുവാൻ പോകുന്നു. അല്ലേലിയ, ഞങ്ങൾക്ക് കല്ലുകൾ ഒരുപാട് ആവശ്യമുണ്ട്. ഈ പാറപ്രദേശം നിങ്ങൾക്ക് സർക്കാർ തന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ലേലിയ. ഈ പാറകൾ ഉടച്ച് കല്ലുകളെ എടുക്കുവാൻ അനുവദിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് അനാഥാലയം കെട്ടിത്തരാം എന്ന് പറഞ്ഞു. അല്ലേലിയ. അപ്പം എന്ത് ചെയ്തു? ഈ ഇംഗ്ലണ്ടിലെ ഗവൺമെന്റ് പാറക്കൂട്ടം കൊടുത്തെങ്കിലും ഈ പാറക്കൂട്ടത്തിന്റെ മുമ്പിൽ പോയി ഈ മാതാവും കുഞ്ഞുങ്ങളും കർത്താവ് ഒരു അനാഥാലയം പണിയാൻ വേണ്ടി ഈ പാറക്കൂട്ടം, ഈ പാറകൾ കടഞ്ഞു ചാടി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കോൺട്രാക്ടർ ചെല്ലുന്നത്. കോൺട്രാക്ടർ ഞങ്ങൾക്ക് തുറമുഖം പണിയണം, കല്ലുകൾ ആവശ്യമാണ്, ഞങ്ങൾ ഈ പാറ പൊട്ടിച്ചെടുത്തോട്ടെ. ഈ മാതാവ് പറഞ്ഞ് പൊട്ടിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവർ കൊടുത്ത് എന്ത് ചെയ്തു? ഈ പാറകളെല്ലാം പൊട്ടിക്കാൻ തുടങ്ങി കോൺട്രാക്ടർ. അങ്ങനെ പാറകളെല്ലാം പൊട്ടിച്ചു. കോൺട്രാക്ടർ നല്ലൊരു അനാഥാലയം പണിതു കൊടുത്തു. ഈ പാറകളെല്ലാം കൂടി എന്ത് ചെയ്ത് അവസാനം കടലിൽ ചെന്ന് ചാടി. പൊട്ടിച്ചത് കടലിന്റെ പണിക്കാണെങ്കിൽ തുറമുഖത്തിന്റെ പണി കടലിലേക്ക് ചാടിപ്പോയില്ലേ? ആ മാതാവിന്റെ വിശ്വാസം. അല്ലേലിയ. ഇന്ന് പകൽ നിന്റെ വിശ്വാസം എത്ര ആഴത്തിലാണെന്ന് ചിന്തിക്കണം. ഒരു പക്ഷെ നിനക്ക് നിന്റെ മുമ്പിൽ മല പോലെയുള്ള പ്രശ്നമായിരിക്കാം. ഉയരുവാൻ കഴിയാതെ, മുന്നോട്ട് പോകാൻ കഴിയാതെ, ജീവിതത്തിൽ നന്മ പ്രാപിക്കാൻ കഴിയാതെ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, വേണ്ടതുപോലെ നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹിച്ച ഒരു ജീവിതമില്ലാതെ നീ കണ്ണുനീരിന്റെ നടുവിലായിരിക്കും. പക്ഷെ വിശ്വാസത്തെ നീ ദൈവത്തിൽ നിൽക്കുന്നെങ്കിൽ ആ വിശ്വാസം നിന്റെ ജീവിതത്തിനകത്ത് പുതുവഴികളെ തുറക്കും. രക്തം ചെയ്യും വിശ്വസിച്ച് കരുവടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഒരു കുടുംബ ജീവിതത്തിന്റെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ഒരു നല്ല ഭവനത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു തരും. ഹല്ലേലൂയ. അത് ഞങ്ങളൊക്കെ നിൽക്കുന്നത് വിശ്വാസത്താലാണ്.
ഞങ്ങൾക്ക് നിൽക്കുന്നത് വിശ്വാസത്തിൽ. പണത്താലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, പണവും പണത്തിന്റെ പ്രതാപങ്ങളും അല്ല ഞങ്ങളുടെ ജീവിതം. വിശ്വാസമാണ് ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തെ ഭയപ്പെടുന്നില്ല, അന്ധകാരങ്ങളെ ഭയപ്പെടുന്ന, സാത്താനെ ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നൊരു വിശ്വാസമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ കേൾക്കുന്ന മാതാവേ, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസം ഉദിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസം വരണം. അപ്പൊ യോശുവയുടെ കാലഘട്ടത്തിലും ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും ദാവീദിന്റെ കാലഘട്ടത്തിലും വലിയ വിശ്വാസം മാത്രമല്ല, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിൽ ആ ദൂര സമൂഹത്തിൽ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ സേവിക്കാത്തത് കൊണ്ട് അന്നത്തെ നിയമം പാസാക്കി. ഹല്ലേലൂയ. ദൂര സമൂഹം നിർത്തി വിഗ്രഹത്തെ സേവിക്കാത്തത് കൊണ്ടും അതിനെ ദൈവമാണ് കണക്കാക്കാത്തത് കൊണ്ടും അതിന് വിരോധമായി നിൽക്കുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയാൻ രാജകൽപ്പന ഉണ്ടായി. അങ്ങനെ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടുകളഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു വാക്കുണ്ട്: ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ നെബൂഖദ്നേസർ രാജാവിന്റെ വിഗ്രഹത്തെ, സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അവർ ദൃഢപ്രതിജ്ഞയെടുത്തു. അവരെ മൂവരെയും ഇവിടെ എന്ത് ചെയ്തു? കെട്ടി എരിയുന്ന തീക്കുണ്ടത്തിലേക്ക് ഇട്ടു. അവരെ എരിയുന്ന തീക്കുണ്ടത്തിലേക്ക് ഇട്ടെങ്കിലും എന്ത് ചെയ്തു? അവർ തീയിൽ കിടന്ന് വെന്ത് ചാരമായി മാറുന്നത് കാണാൻ വേണ്ടി ബാബിലോണി ശക്തികളും രാജാവും കൂടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു? ആ തീയുടെ നടുവിലേക്ക് നാലാമനായി ഒരുവൻ ഇറങ്ങി വന്നു. നാലാമനായി ഒരുവൻ ഇറങ്ങി വന്ന് തീയിൽ കൂടി നടക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു: നമ്മൾ 3 പേരെയല്ലോ ഈ തീയിലേക്ക് ഇട്ടത്, ഇപ്പോൾ 4 പേരുണ്ടല്ലോ. അങ്ങനെ അവർ തീയിൽ നിന്ന് മോചനം പ്രാപിച്ചു. അവരുടെ ശരീരത്തിൽ ഒരു രോമം പോലും കരിഞ്ഞുപോയില്ല. എന്താണ് വിശ്വാസം? വിശ്വാസം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസം ഞങ്ങൾ പറയാൻ കേൾക്കുന്ന മാതാവ് പിതാവേ, ഇങ്ങനെയുള്ള വിശ്വാസം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിന്നെ കൊണ്ടയിട്ടാലും അവിടെ നിന്നെ പുറത്തെടുക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. തീയുടെ നടുവിലേക്ക് നാലാമനായിട്ട് ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് അവൻ ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താൽ നീ മുഴക്കാലം മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ സമയത്തെ വേർതിരിക്കുന്നെങ്കിൽ, തീയുടെ നടുവിൽ ഇറങ്ങി വന്നവരെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിനക്ക് മുമ്പിൽ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളല്ലേ, നീ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല. എന്ത് ജോലിക്ക് കയറിയാലും ജോലി സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ജോലി നിനക്ക് സ്ഥിരമായിട്ട് ചെല്ലാൻ പറ്റില്ല. ഒന്നും നിനക്ക് തുറമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ എല്ലാ മേഖലയിൽ നീ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്ന ശ്രോതാവേ, ഹല്ലേലൂയ. പരിശുദ്ധൻ വ്യക്തമായി ദൂത് പറയുകയാണ്. വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കിയ വിശ്വാസ വീരന്മാർ വേദപുസ്തകത്തിൽ നമുക്ക് നിൽക്കുമ്പോൾ സ്തോത്രം, നീ ദൈവത്തിന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് ഉറച്ചുകൊണ്ട് മലകളെ നീക്കുവാൻ കഴിയുന്ന ആ വിശ്വാസം നിന്റെ ഉള്ളിൽ സ്ഥാപിച്ചെടുത്തുകൊണ്ട് നീ ദൈവത്തിന് പ്രാർത്ഥിക്കും. നിന്റെ ഭാവിക്ക് തടസ്സമായി, ജോലിക്ക് തടസ്സമായി, നിന്റെ നന്മയ്ക്ക് തടസ്സം, നിന്റെ തലമുറയ്ക്ക് തടസ്സം നിൽക്കുന്ന ആ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള വിഷയത്തെ ഇന്ന് പകൽ ദൈവം സമഭൂമിയാക്കി മാറ്റും. രക്തം ചെയ്യും. അത് നീ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കുകയാണോ, ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണോ, അതിന് തടസ്സമെന്ന ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. നിന്റെ മക്കളുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന ആ പർവ്വത സമാനമായ വിഷയത്തെ ഇന്ന് പകൽ യേശു ഉടച്ചു കളയുക. രക്തം ചെയ്യും. വിശ്വസിക്കാരം മടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട് ചിലരുടെ ദൈവം ശക്തമായിട്ട് ദൂത് പറയുക. അല്ലേ? അത് ചിലർക്ക് ദൈവം ശക്തമായിട്ട് ദൂത് പറയും. ഞാൻ ഈ പത്രം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വാഭാവിക ഇത് കേരളത്തിലോ ഭാരതത്തിന്റെ ഏതെങ്കിലും സംസ്ഥാനത്തോ ലോക രാജ്യങ്ങൾ എവിടെയായിരുന്നാലും നീ വചനം കേൾക്കുന്നെങ്കിൽ വിശ്വാസത്തെ കർത്താവിനോട് പറ: കർത്താവ്, എന്റെ ഭാവിക്ക് തടസ്സമായി, എന്റെ ജോലിക്ക് തടസ്സമായി, എന്റെ നിയമനത്തിന് തടസ്സമായി, എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന പർവ്വത സമാനമായ മല പോലെ വിഷയത്തെ ദൈവമായി ഇപ്പോൾ തന്നെ അത് ചാടി കടലിലേക്ക് പോകട്ടെ എന്ന് നീ ഉറക്കെ പ്രഖ്യാപിക്കുക. വിളിച്ചു പറ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഈ മാതാവ് പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? കോൺട്രാക്ട് വന്ന് ഈ പാറ മുഴുവൻ പൊട്ടിച്ച് അത് കടലിൽ കൊണ്ട് തള്ളിയിട്ടു. ഹല്ലേലൂയ. മതിൽ കെട്ടി അവർ തുറക്കം പണിതു. പക്ഷേ ഈ മാതാവിന് എന്ത് ചെയ്തു? ഒരു അനാഥാലയം പണിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിന് നമ്മൾ അത്ഭുതം ചെയ്യാൻ കഴിയുന്നത്.
ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാകട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഇവിടെ നമുക്ക് വീണ്ടും ദൈവത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വാളിന്റെ വായ്ക്ക് തെറ്റി ഒഴിഞ്ഞ ഏലിയാവും ഹല്ലേലൂയ ഏലിശയുമാണ്. ഹല്ലേലൂയ. വാളിന്റെ വായത്തിലേക്ക് തെറ്റി ഒഴിഞ്ഞവരാരാ? ഏലിയാവും ഏലിശീലും ഇരമ്യാവും ആണെന്ന് ഹല്ലേലൂയ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇരമ്യാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 19:2, 2 രാജാക്കന്മാരുടെ പുസ്തകം 8:21, ഇരമ്യാവിന്റെ പുസ്തകം 36:20 വായിച്ചാൽ കാണാൻ കഴിയും. വീണ്ടും നമ്മൾ വായിക്കുന്നത് എന്താണ്? അല്ലെ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ ലഭിച്ചു എന്ന് പറയുമ്പോൾ സരാപ്താത്തിലെ വിധവയ്ക്കും അല്ലെങ്കിൽ വിധവയ്ക്ക് ശൂനേകാര്യത്തിലുമാണ് തങ്ങൾക്ക് മരിച്ചുപോയ കുട്ടികളെ അല്ലെ തിരിച്ചു കിട്ടിയത്. അതെ, മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന വിശ്വാസം. അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്മിത്ത് വിഗിൻസ്വർത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്ലംബർ ജോലിക്കാരായിരുന്നു. അല്ലേ, ക്രൈസ്തവരോടും ക്രൈസ്തവ വിശ്വാസത്തോടും അവരുടെ ബൈബിളിനോടും വളരെ പുച്ഛമായിട്ട് തോന്നിയ അദ്ദേഹം. ലേരിയ അദ്ദേഹം അത്രമാത്രം ക്രൈസ്തവ വിശ്വാസത്തെ വെറുത്തരുത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിശ്വാസമാണ് അദ്ദേഹത്തെ വിശ്വാസം നയിച്ചത്. അദ്ദേഹം അത്തോട് ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ആമി ഞാൻ ഒരു യോഗത്തിന് പോകട്ടെ. അദ്ദേഹം വിലക്കി പല പ്രാവശ്യം ചോദിച്ചു പൊക്കോൾ അനുവാദം കൊടുത്തു. ആമി യോഗം കഴിഞ്ഞാൽ 9 മണിക്ക് വീട്ടിലെത്തണം എന്ന് കർശന ഓർഡർ കൊടുത്തു. ആ സഹോദരി വരാൻ അല്പം താമസിച്ചെങ്കിലും അതിന്റെ പിന്നിൽ വളരെ പ്രതിസന്ധികളായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ ഒരുപാട് കഷ്ടതയിൽ കടന്നു. ഒരു രാത്രി മുഴുവൻ മഞ്ഞും മഴയും കൊണ്ട് ആ വീടിന് പുറത്ത് തണുത്തുറച്ചു നിന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്തു? ആ സഹോദരിയെ കഥകുളം സ്മിത്ത് വിഗിൻസ്വർത്ത് അകത്ത് വിളിച്ച് തീയത്ത് ചൂട് കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി ദൈവത്തിന് കൊടുത്ത വിശ്വാസമാണ്, ആ പ്രാർത്ഥനയാണ് സ്മിത്ത് വിഗിൻസ്വർത്ത് മരിച്ചുപോയ 20 പേരെ ഉയർപ്പിച്ച് മാത്രം ഇതിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഇതിന്റെ ഭാര്യയും കൂടെ ഉയർപ്പിച്ച് അങ്ങനെ 21 പേരെ ഉയർപ്പിച്ച് വിശ്വാസമാണ്. അപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്ന ലാസർ മരിച്ചപ്പോൾ കല്ലറയ്ക്ക് ചെന്ന് ലാസറെ പുറത്തു വരികാൻ പറഞ്ഞ വിശ്വാസത്താലാ ലാസറിന്റെ ജീവനോടെ കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. യായിറോസിന്റെ മകൾക്ക് ജീവൻ കൊടുത്തത് വിശ്വാസത്താലല്ലേ? പത്രോസും ഹല്ലേലൂയ കൂടെയുള്ളവരും തബീതയെ ഉയർപ്പിച്ചത് വിശ്വാസത്താലല്ലേ? പൗലോസിന്റെ പ്രസംഗത്തിൽ 3-ാം തട്ടിൽ താഴെ വീണ യുത്തിക്കോസിനെ ഉയർപ്പിച്ചതും വിശ്വാസമല്ലേ? അതെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് വിശ്വാസം. യേശുവിന്റെ ശുശ്രൂഷ വിശ്വാസത്താൽ അടിസ്ഥാനമായിരുന്നു. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഞങ്ങൾ വിശ്വാസത്താൽ പ്രസംഗിക്കുന്നവരാണ്. വിശ്വാസമാണ് ഞങ്ങളുടെ എല്ലാ അടിസ്ഥാനവും. ഞങ്ങളുടെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. ഞങ്ങളുടെ ബാങ്ക് ബാലൻസോ ഞങ്ങൾക്കുള്ള പണമോ ഞങ്ങൾക്കുള്ള പ്രതാപമോ ഞങ്ങളുടെ ജംഗമ സ്വത്തുക്കളോ ഒന്നുമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. നിക്ഷേപം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസം എന്ന സമ്പത്താണ്. നിങ്ങൾക്ക് ലോകത്തിൽ ബാങ്കുകളിൽ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലോക്കറുകളിൽ നിങ്ങളുടെ പണം സ്വർണ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വാസം കള്ളനടിച്ച് മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാതെ നിങ്ങൾ ബാങ്ക് ലോക്കറുകളിൽ കൊണ്ടുവെക്കും. നിങ്ങളുടെ പണം മുഴുവൻ നിങ്ങൾ അവിടെ കൊണ്ട് സേവ് ചെയ്യും. അല്ലേരിയ, അതൊക്കെ നിങ്ങൾ വിശ്വാസത്തല്ലേ? പക്ഷേ ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല, ഞങ്ങൾക്ക് പണമൊന്നുമില്ല, ഞങ്ങൾക്ക് ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ട് വെക്കാനൊന്നുമില്ല. ഞങ്ങളുടെ അക്കൗണ്ടിനകത്തും എല്ലാം ശൂന്യമാ. പക്ഷെ ഞങ്ങളുടെ ഹൃദയമാകുന്ന ആ ലോക്കറുണ്ടല്ലേ, ഹൃദയമാകുന്ന ബാങ്ക്, അതിനകം വിശ്വാസം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ഞങ്ങൾ തകർന്ന് തരിപ്പണമായി പോകത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഹബക്കൂക്കിന്റെ പുസ്തകം 2:4 റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും എബ്രായ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. അത് ഞങ്ങളൊക്കെ വിശ്വാസത്താലാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചഞ്ചലപ്പെട്ട് തകർന്നു പോകത്തില്ല, ഞങ്ങൾ തളർന്നു പോകത്തില്ല, ഞങ്ങൾ താളടിയായി മാറാതെ നിൽക്കുന്നതിന് കാരണം എന്താണ്? ഞങ്ങളുടെ ഉള്ളിൽ അടിയുറച്ചൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പാഠം പറയുന്നത്. സഹോദരം, ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോലെ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി. അതായത് വിശ്വാസത്താൽ ഞങ്ങൾ രാജ്യങ്ങളെ അടക്കുക. ലോകത്തിൽ അന്ത്യകാല ഉണർവിന്റെ കാലഘട്ടമാണ്.
ഒരു അന്ത്യകാല ഉണർവ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് കണ്ടപ്പോഴത്തേന് അതിന്റെ അന്ത്യകാല ഉണർവ് ലോക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യും? ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ തുടങ്ങി. അത് നിങ്ങൾ എത്ര കൊന്നൊടുക്കിയാലും ഉണർവിന്റെ ഭാഗത്ത് തന്നെ വെളിപ്പെടും. നിങ്ങൾ ഒരാളെ കൊന്നുമ്പോൾ വലരിയ ഒരാളെ ചോലിൽ നിന്ന് ലക്ഷങ്ങളെ ദൈവത്തിന് എതിർപ്പിക്കാൻ കഴിയും. വലരിയ ഒരു വിത്ത് മുളച്ചിട്ടാൽ, ഒരു വിത്ത് കൊണ്ട് നിങ്ങൾ പാകിയാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു പയർമണ്ണിന്റെ വിത്ത് നിങ്ങൾ കൊണ്ട് പാകിയാൽ അത് മുളച്ചു വരും. ആ വിത്ത് മുളച്ചു വന്നത് ചെറിയ ചെടിയായി അത് വലിയ തൈയായി മാറിക്കഴിയുമ്പോൾ അനവധി പയർമണികളിൽ നിന്നുണ്ടാകുന്ന പോലെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ദൈവമക്കൾ, ഞങ്ങളുടെ ദൈവദാസിദാസം ഒരാൾ കർത്താവിന് വേണ്ടി ഇവിടെ വിത്തായി രക്തസാക്ഷിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലക്ഷങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയും. ഒരു അന്ത്യകാല ഉണർവിന്റെ കാലഘട്ടമാണ്. അതിന് നിങ്ങളുടെ സമരമുറകൾ കൊണ്ടോ, നിങ്ങളുടെ തോക്കിനോ കുന്തത്തോ, നിങ്ങളുടെ നിങ്ങളുടെ അക്രമങ്ങൾ കൊണ്ടോ ഉണർവിനെ തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. നിയമങ്ങൾ കൊണ്ടോ നിയമ സംഹിതകൾ കൊണ്ടോ ഒന്നും ഉണർവിനെ തടയാൻ കഴിയത്തില്ല. ഉണർവ് ദൈവം തരുന്നതാ. അത് ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഇത് പകലിലേക്ക് കേൾക്കുന്ന മാതാവേ, നിന്റെ തകർച്ചയുടെ നിനക്ക് ഉയർച്ച യേശു വരാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉണർവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതികളെല്ലാം മാറും, ഇരുളങ്ങ് മാറുന്നേ രക്തം ചെയ്യും. അതുകൊണ്ട് വിശ്വാസം നിന്റെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, നമുക്ക് ദൈവത്തിന്റെ വചനവാക്യം കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിനെതിരെ വലിയ രേഖ എഴുതി എന്ന്. പാർശ്വങ്ങളെ മേദിനെ നീക്കം വരാത്ത നിയമം കൊണ്ട് രേഖ എഴുതി. എന്തിന്? ദാവീദിനെ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളയാൻ. അല്ലെങ്കിൽ ദാനിയേലിന്റെ വലിയ രേഖ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6-10 വായിച്ചാൽ കാണാൻ കഴിയും കേട്ടോ. ദാനിയേലിന്റെ പുസ്തകം 6-10 വായിച്ച് ദാനിയേലിന് രേഖ എഴുതിയെന്ന് ദാനിയേൽ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാനിയേൽ സ്ഥിരം ചെയ്യുന്നത് പോലെ താൻ താമസിക്കുന്ന മാളിക വിളിച്ചതിന്റെ വാതിൽ യെരൂശലേമിൽ തുറന്നിട്ട് താൻ ദിവസം ചെയ്തു വരും 3 തവണ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസത്താൽ. അങ്ങനെ ദിവസമായപ്പോൾ, രാജാവ് കൽപ്പിച്ച ദിവസമായപ്പോൾ എന്ത് ചെയ്തു? ദാനിയേലിനെ അവർ എടുത്തുകൊണ്ട് സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അല്ലരിയ വിശന്ന് കിടക്കുന്ന സിംഹങ്ങൾ ദാനിയേൽ മുകളിൽ താഴേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാപൊളിച്ച് സിംഹം ദാനിയേലിനെ കടിച്ച് കീറേണ്ടതിന് പകരമായിട്ട് എന്ത് ചെയ്തു? ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. പ്രൈസലോടല്ലേലിയ. സിംഹത്തിന്റെ വായടച്ച് ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ സുഖമായിട്ട് രാവിലെ രാജാവ് വന്നു. ദാനിയേലെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ ദാനിയേലിനെ കരയ്ക്ക് കയറ്റി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയവരെ എടുത്ത് ആ ഗുഹയിലേക്ക് ഗുഹയിലിട്ടെറിഞ്ഞപ്പോൾ അവർ താഴെ എത്തുന്ന മുമ്പേ ദൂതന്മാർ അടച്ച സിംഹത്തിന്റെ വായുകൾ തുറന്ന് എന്ത് ചെയ്തു? അവർ നിലത്ത് ചെല്ലുന്ന മുമ്പേ അവരെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതേ വിശ്വാസ സിംഹത്തിന്റെ വായടച്ചു. ഞങ്ങൾ ഈ പുസ്തകം പ്രസംഗിക്കുന്നതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്നേ. ഇതിനോട് സത്യമായ പുസ്തകം വേറെ ഏതാ നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ അടിസ്ഥാന ചരിത്രമാണ്. ഹല്ലേലൂയ. മാനകുലത്തിന്റെ അടിസ്ഥാന ചരിത്രമാണ്. സകല ജീവജാലങ്ങളെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഉൽപ്പത്തിയുടെ ചരിത്രമാണ് സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കാൻ പോകുന്നതുമായിരിക്കുന്ന ഇതിന്റെ അടിസ്ഥാന ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം. ഭൂതകാലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്ന ചരിത്ര പുസ്തകമാണ്. ഈ ഭാവി കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് ഈ വേദപുസ്തകം. ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചരിത്ര പുസ്തകമാണ് സത്യവേദ പുസ്തകം. സത്യം തന്നെ. ഇത് വിശ്വാസത്താലാണ്. ഈ പുസ്തകത്തെ കൂടാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പുസ്തകത്തെ കൂടാതെ ഈ ലോകത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇനിയൊരു സന്ദർഭത്തിൽ യേശു ക്രിസ്തു വിശപ്പോടുകൂടി അത്തിമരത്തിലേക്ക് നോക്കി. അതിൽ ഫലങ്ങളില്ല, ഒന്നുമില്ലായിരുന്നു. യേശു ആ മരത്തെ ശപിച്ചു. അടുത്ത ദിവസം രാവിലെ ശിഷ്യന്മാർ ആ വഴിയായി വരുമ്പോൾ അത്തിമരം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് ലൂക്കോസിന്റെ 17:6 കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പെട്ടെന്ന് വിശ്വാസം കേട്ടോ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതാണ്. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞാൽ ഉവ്വ എന്ന. ഹല്ലേലൂയ. മനുഷ്യൻ യേശു പറഞ്ഞ ഉവ്വ. മനുഷ്യൻ ഉവ്വ വേണച്ചൊക്കെ വേനലും കായ്ക്കും പറഞ്ഞൊക്കെ പറഞ്ഞു. മനുഷ്യനകത്ത് വലിയ വിശ്വാസമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഞങ്ങളുടെ കർത്താവിന്.
ഈ കാണത്ത ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഉലകത്തെ മുഴുവൻ ഭരിക്കുന്ന ഉലകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിങ്ങളെ നയിക്കുന്ന നിന്റെ കുടുംബത്തെ നയിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുന്ന ഞങ്ങളുടെ കർത്താവ് സൃഷ്ടമായ ദൈവം, ആ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഭാഗം ധരിക്കുന്ന വിശ്വാസമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവ്, തകർന്ന തരിപ്പണമായ എന്റെ കുടുംബം ആമീൻ പോയിരിക്കുന്ന അവസ്ഥയാണോ? ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നന്മ കാണാൻ കഴിയാതെ, നീ ആഗ്രഹിച്ച നിലയിൽ ജീവിതം കിട്ടാതെ നീ തകർന്നിരിക്കുകയാണോ? വിശ്വസിച്ച് ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ വിലം കെടുത്തി, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയെന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ അത് ഇന്ന് പകൽ നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. എന്റെ തകർച്ച ദൈവത്തിനെ മാനിക്കാൻ ആഗ്രഹിക്കുക. ആരെങ്കിലും തകർന്ന തരിപ്പണമായി ജീവിതത്തിൽ കണ്ണുനീരോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം പറയാമോ, കർത്താവേ, ആ വിശ്വാസം എന്റെ ഉള്ളിലും താരണമേ. എന്റെ കഷ്ടതകൾ, എന്റെ വേദനകൾ, നൊമ്പരങ്ങൾ, എന്റെ കുടുംബത്തിന്റെ പരാജയങ്ങൾ, തലമുറയുടെ ഭാരങ്ങൾ, എന്റെ ജോലിയിലെ പ്രശ്നങ്ങൾ, എന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കളോ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ പ്രശ്നം, അയൽവാസികൾ, സഭയ്ക്കകത്ത പ്രശ്നങ്ങൾ കർത്താവ് നീക്കുവാൻ നല്ലൊരു നിലയിൽ നല്ലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേറെ ഉള്ള വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുള്ള സകല ജനത്തെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ഏൽപ്പിക്കുന്നു. കർത്താവ്, ജനത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. കഷ്ടതയുടെ, സങ്കടത്തിന്, കണ്ണുനീരിൽ, മദ്യത്തിന്, മയക്കു, ലഹരിക്ക് അടിപ്പെട്ട് ഈ ലോകത്തിന്റെ വെറുപ്പൂത്ത്, അക്രമങ്ങൾ, തീവ്രവാദ, ഭീകര വർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ക്രിമിനൽ അകപ്പെട്ട് കിടക്കുന്ന നീതിയുടെ ജീവിതങ്ങൾ, സമാധാനമില്ല, സന്തോഷം, ജോലിയില്ലാതെ, മഹാവ്യാധിയാൽ ഭാരപ്പെട്ട് കർത്താവ് ജീവിതം തകർന്ന് കിടക്കുന്ന എൻ്റെ പൊത്തി ആളുകളുടെ ഉള്ളങ്ങളിൽ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ, അവർ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി നടുവിലും അവർക്ക് മോചനത്തിനായി അങ്ങയുടെ വലിയ സാന്നിധ്യം വയ്ക്കണമേ. വിശ്വാസത്തെ ക്ഷണിച്ചു പോകാതെ വിശ്വാസം എന്ന അടിസ്ഥാനം ഹൃദയത്തിൽ ഉറപ്പാക്കി എടുത്തുകൊണ്ട് ജനത്തെ നയിക്കണമേ. ശൈശവത്തിൽ, ബാല്യകൗമാരം, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, അനുഭവത്തിൽ, അച്ഛനെ ചോണ്ട തടവറയിലായിരിക്കുന്ന സകല ജനത, എല്ലാ ഗോത്രവിഭാഗങ്ങൾ, എല്ലാ ദ്വീപവാസി, ആദിവാസി, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മത നേതാക്കന്മാർ, മത സാമൂഹിക മീഡിയ രംഗത്തുകൾ നിൽക്കുന്നവരെ, സർവദേശ പാർട്ടികൾക്ക്, ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാവരും വിശ്വാസം വർദ്ധിക്കട്ടെ. സുവിശേഷം മുഖാൻ കഷ്ടം സഹിക്കുന്ന, നോമ്പരപ്പെടുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, അവർക്കെല്ലാം വിശ്വാസത്താൽ അതിന് ജയിപ്പാൻ കൊടുക്കണമേ. കർത്താവ്, ജനത്തെ ഇപ്പോൾ നടക്കാൻ 2 വീലർ 3 വീലർ 4 വീലർ 4 വീലർ ഹെവി വാഹനം ഓടിക്കുന്നവർ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നത് യാത്ര ചെയ്യുന്നവർ എന്റെ പോലെ സൂക്ഷിക്കണമേ. തലമുറയിൽ സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തകർന്നു പോകാതെ വിശ്വാസത്തുറച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇതുപോലെ ജനം വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.